വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. എല്ലാവരുടെ വീട്ടിലും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കാണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മസാലകൾ: മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ കാശ്മീരി ചില്ലി 1 സ്പൂൺ വെച്ചിട്ട്, നോർമൽ ചില്ലി, പിന്നെ മീറ്റ് മസാല, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് സവാള 4 സവാളയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. നല്ല തിൻ ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പച്ചമുളക് 3 പിന്നെ ഇഞ്ചി വെളുത്തുള്ളി. ഇനി നമുക്ക് പാൻ ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായി വന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു പിടി മതിയാവും, അത്ര ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് നല്ലോണം മൂപ്പിക്കണം. ഇനി നമ്മളുടെ സവാളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സവാള നല്ലോണം വഴണ്ടി വരും. ഒരു ലൈറ്റ് ബ്രൗൺ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് ആ ഒരു കളറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതും നല്ലോണം തന്നെ മിക്സ് ചെയ്യേണ്ടതാണ്. ഉപ്പായിട്ട് ഇത് അവിടെ ഇവിടെ ഉപ്പ് പിടിച്ചിരിക്കരുത്, പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാളയിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് വെക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 2 2 ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചിക്കൻ്റെ അളവനുസരിച്ചിരിക്കണം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മൂക്കണം. ആ ഇതിൽ എണ്ണയിൽ കിടന്നിട്ട് പച്ചമണം മാറണം, നല്ലൊരു സ്മെല്ല് വരും. അതിനുശേഷം നമ്മൾ പിന്നീട് നമ്മൾ ഇടാൻ പോകുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയും 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. മസാല നല്ലോണം വരണ്ട് കഴിയുമ്പോൾ ബാക്കി മസാലകൾ നമ്മൾ ആഡ് ചെയ്യാൻ പോകുകയാണ്. കാശ്മീരി ചില്ലി, നോർമൽ ചില്ലിയും, പിന്നെ നമ്മുടെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇപ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാവുന്നുള്ളൂ. ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടി എണ്ണ ആഡ് ചെയ്തിട്ട് വഴറ്റാവുന്നു. നമ്മുടെ മസാല നല്ല അടിപൊളിയായിട്ട് വഴണ്ട് വന്ന് ഒരു ബ്രൗൺ റെഡ് കളറിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെച്ചേക്കുന്ന ചിക്കനെ എടുത്ത് മസാലയിലേക്ക് ഇടാം. എന്നിട്ട് ചിക്കനിൽ മസാല പിടിക്കുന്ന പോലെ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്ത് മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ പാകത്തിന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് വെള്ളം വേണ്ടവർ, അതായത് വീട്ടിൽ ചാറ് നിർബന്ധമാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. ചിക്കന് ഏറ്റവും നല്ലത് വെള്ളം ഇല്ലാണ്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് ചിക്കന് ടേസ്റ്റ് വരിക. ഇപ്പോൾ വീട്ടിൽ നമുക്ക് ചാറ് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മളൊരു 3/4 മണിക്കൂർ അരമണിക്കൂറോളം ഇതിനെ അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അതൊന്ന് തള വന്നു കഴിയുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് 3/4 മണിക്കൂർ വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കപ്പോൾ മൂടി വെച്ചിട്ട് ബാക്കി കാണാം. ഓക്കെ ഗായ്സ്, 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടിപൊളി ചിക്കൻ കറിയാണ് ലുക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓ,
ആ ഒരു ലുക്കും അതിൻ്റെ ഒരു സ്മെല്ലും എന്ന് പറയുന്നത് ഈ പെർഫെക്റ്റ് റേഷ്യോ ഓഫ് എവറി കൈൻഡ് ഓഫ് സ്പൈസസ് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് കുക്ക്ഡാണ്. ടേസ്റ്റ് ലൈക്ക് വളരെ സിമ്പിൾ ആൻഡ് ഒത്തൻറ്റിക് ടേസ്റ്റാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചിക്കൻ കറിയിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. ബൈ.